ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് അല്ലേ. നമ്മുടെ ബ്രെഡിലും കേക്കിലും നമ്മുടെ ഒരുപാട് സ്വീറ്റ്സിലൊക്കെ ചേർക്കുന്നുണ്ടല്ലേ ടൂട്ടി ഫ്രൂട്ടി. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഓമയിൽ നിന്ന് തന്നെ ഓമയ്ക്ക പറിച്ച് ഫ്രഷായിട്ടുണ്ടാക്കിയതാണ്. ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഓമ. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ ഓമ അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ചെറുത് ഒരു കഷ്ണം ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര 1 കപ്പ്. ഇതുപോലത്തെ ചെറിയ ഇതിനകത്താണ് ഞാൻ അരിഞ്ഞ് എടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് അരിഞ്ഞാലും മതി. ഇതാണെങ്കിൽ എളുപ്പമാണ് നമുക്ക്. പിന്നെ 1 കപ്പ് പഞ്ചസാര, അത് 1 കപ്പ് മതി. നമുക്ക് പാവ് കാച്ചിടാനാണ്. പിന്നെ വാനില എസൻസ് 1 സ്പൂണ്, 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഓറഞ്ച് റെഡും ലെമൺ യെല്ലോ, ഇങ്ങനെ 2 ഫുഡ് കളറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് രണ്ടും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂണോളം മതിയാവും. 2 ടീസ്പൂൺ. നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് ഈ പപ്പായ അരിഞ്ഞത് ഇടാം. നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആയാൽ മതി. അത് ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആവാൻ തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ, അതുവരെ തിളപ്പിച്ചാൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസും കുറച്ച് മതി. തിളച്ച ശേഷം വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് നമ്മളത് വെള്ളം കളഞ്ഞ് ഊറ്റി വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര പാവ് കാച്ചാൻ വെക്കാം. പഞ്ചസാര പാവ് കാച്ചുമ്പോൾ കമ്പിപ്പരുവം അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. കുറച്ച് വെള്ളം പോലെ തന്നെ മതി. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഏകദേശം 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. പഞ്ചസാര ഫുൾ നന്നായിട്ട് അലിയണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ഇപ്പോൾ പഞ്ചസാര പാവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ ഊറ്റി വെച്ചേക്കുന്ന ഓമയ്ക്ക ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഓഫ് ചെയ്തിട്ട് ഇതിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് വീണ്ടും തിളച്ച് വരുന്നുണ്ട്. ആ പാകമാകുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ അതിൽ വെക്കുക. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് എടുക്കുന്നത്. കണ്ടില്ലേ? 2 പാത്രം. ഞാൻ 2 ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 പാത്രമാണ് എടുത്തേക്കുന്നത്. ഈ കളറ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് ഇതാവുള്ളൂ. അത്രയും നേരം ഈ കളറിൽ നമ്മളിങ്ങനെ വെച്ചേക്കണം. 2 ടീസ്പൂൺ
ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇപ്പോൾ തൽക്കാലം അടച്ച് വെക്കുക. കണ്ടില്ലേ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് അത് നമ്മൾ ഈ പഞ്ചസാര പാവ് കാച്ചുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് ചെറുതാവും കേട്ടോ. ഓക്കെ, ഞാൻ അത്രയും നേരം എടുത്തു കഴിഞ്ഞ് ഇത് കണ്ടു. ഇതിങ്ങനെ ഇനി അടച്ച് വെക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി റെഡിയായി. നിങ്ങൾ ട്രൈ